ഹായ് ഫ്രണ്ട്സ്, ഇഗ്നോ യൂണിവേഴ്സിറ്റിയുടെ MEG 1 ബ്ലോക്ക് 1-ൽ യൂണിറ്റ് 2 ആണ് ഇന്ന് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുന്നത്. കുറച്ച് ലെങ്തി ആയിട്ടുള്ള ഒരു യൂണിറ്റാണ് യൂണിറ്റ് 2. അതുകൊണ്ട് തന്നെ നമുക്ക് പാർട്ട് ബൈ പാർട്ടായിട്ട് ഇത് ചെയ്യാം. അപ്പോൾ അതിൽ ഫസ്റ്റ് പാർട്ടാണിത്. This unit helps students understand how to study literature, especially British poetry. It prepares students mentally and technically to appreciate poems better. Literature helps to improve our emotional understanding, develop appreciation, and understand how poets express their thoughts. Poems use images, metaphors, symbols, rhythms, and sounds to communicate ideas. Rhythm and sound patterns are very important in poetry. Some parts of this unit need practice, just like mathematics. The aim is to improve the students' ability to understand and enjoy poetry. MEG 1-ൽ ടെക്സ്റ്റ് ബുക്സുകൾ ഉള്ളവരാണെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും, 4 വലിയ ടെക്സ്റ്റ് ബുക്കുകളാണ് നമുക്കിതിനുള്ളത്. അപ്പോൾ ഇതെല്ലാം കൂടെ പഠിച്ചെടുക്കുക എന്ന് പറയുന്നത് അത്രയും ചില്ലറ കാര്യമല്ല, എസ്പെഷ്യലി അത് വായിക്കാനായിട്ടും അങ്ങനെ. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഈ ഒരു ഷോർട്ട് സമ്മറി കൂടെ നമുക്കത് മനസ്സിലാക്കാം. എന്തിനാണ് ഈ പോയട്രി നമ്മൾ പഠിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, അതാണ് ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഓരോ സ്റ്റുഡൻസിനെ സംബന്ധിച്ചും ഒരു പോയട്രി പഠിക്കുന്നതിലൂടെ നമുക്ക് ആ ലിറ്ററേച്ചർ കുറച്ചും കൂടി ബെറ്ററായിട്ട് മനസ്സിലാക്കാനും, അതുപോലെ ഈ ലിറ്ററേച്ചറിലുള്ള പോയട്രി വർക്ക്സുകൾ അതിനെ അപ്രിഷ്യേറ്റ് ചെയ്യാനായിട്ട് നമുക്ക് സാധിക്കും. അതുപോലെ തന്നെ ഓരോ പോയറ്റും എഴുതിയിരിക്കുന്ന സാഹചര്യങ്ങൾ, ആ ടൈം എല്ലാം തന്നെ വ്യത്യാസമാണ് അല്ലേ. അപ്പോൾ അതുകൊണ്ട് തന്നെ അവരുടെ സിറ്റുവേഷൻ മനസ്സിലാക്കിക്കൊണ്ട്, അല്ലെങ്കിൽ ആ പോയറ്റിനെ കുറിച്ച് കൂടുതൽ മനസ്സിലാക്കിക്കൊണ്ട് പോയട്രി അനലൈസ് ചെയ്യാനായിട്ടും നമുക്ക് സാധിക്കും. അതൊക്കെയാണ് നമുക്കിതിൽ പഠിക്കാനായിട്ടുള്ളത്. ഏതൊരു പോയത്തിൻ്റെയും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് ഫാക്ടേഴ്സ് ഉണ്ട്. അതാണ് ആ പോയത്തിൽ ഉപയോഗിച്ചിട്ടുള്ള ഇമേജസ്, മെറ്റഫോഴ്സ്, സിമ്പിൾസ്, റിതം, സൗണ്ട് ടു കമ്മ്യൂണിക്കേറ്റ്, ഇങ്ങനെ പറഞ്ഞ കുറച്ച് കാര്യങ്ങൾ. പിന്നെ ഈ ഒരു പാഠത്തിൻ്റെ വലിയൊരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറേ അധികം മെറ്റഫേഴ്സിനെ കുറിച്ചിട്ടും അതുപോലെ നമുക്ക് കുറേയധികം പ്രാക്ടീസ് ചെയ്യാനായിട്ടുണ്ട്. ഒരു മാത്തമാറ്റിക് പോലെ തന്നെ പ്രാക്ടീസ് ചെയ്യാനായിട്ടുണ്ട്. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ ഇപ്പോൾ ടെക്സ്റ്റ് ബുക്ക് ഉണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ എക്സസൈസുകൾ ടെക്സ്റ്റ് ബുക്കിൽ തന്നെയുണ്ട്, ഒരു വർക്ക്ഷീറ്റ് കണക്കെ. അപ്പം നിങ്ങൾക്ക് അതിൽ തന്നെ പ്രാക്ടീസ് ചെയ്യാനായിട്ട് ശ്രമിക്കാം. ഓക്കെ, സോ ഇത്രയേ ഉള്ളൂ ഇൻട്രൊഡക്ഷൻ പാർട്ട്. നമുക്ക് ചാപ്റ്ററിലോട്ട് പോവാം. The reading of literature. Poetry should not be read as something separate from society and history. A poet is not isolated from life. Poets live among people and respond to social, political, and cultural conditions. Their language is shaped by society. For example, poets like Shakespeare, Yeats, Kabir, and Blake wrote about their own societies. Literature is influenced by history, politics, culture, and personal experiences. Therefore, understanding a poet's background helps us understand the poem better. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഒരു പോയട്രി പഠിക്കുകയാണെങ്കിൽ അതിൽ പോയറ്റ് എഴുതിയിരിക്കുന്ന പോയറ്റിനെ കുറിച്ച് പഠിക്കുക എന്നുള്ളത് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. കാരണം ഈ പോയറ്റ്സ് ആരും ഐസൊലേറ്റഡ് അല്ല, നമ്മുടെ സൊസൈറ്റിയിൽ നിന്നും വളർന്നു വരുന്ന വ്യക്തികൾ തന്നെയാണ് ഈ പോയറ്റ്സ്. അതുകൊണ്ട് തന്നെ അവർ വരുന്ന അവരുടെ സമൂഹം, അവരുടെ ഫാമിലി, അതുപോലെ അവരുടെ റിലീജിയൻ, ഇതെല്ലാം അവരുടെ കമ്മ്യൂണിക്കേഷൻ ലെവലിനെ ബാധിക്കുന്നുണ്ട്, അല്ലെങ്കിൽ അവരുടെ തോട്ട്സാണ് അവർ എക്സ്പ്രസ് ചെയ്യുന്നത്. അപ്പോൾ ഇതെല്ലാം അവരുടെ സമൂഹത്തെയും ഫാമിലിയും ഒക്കെ കണക്റ്റ് ചെയ്തിട്ടുണ്ട് എന്നുള്ളത് വ്യക്തമാണ്. അതുകൊണ്ട് തന്നെ ഓരോ പോയട്രി പഠിക്കുമ്പോഴും പോയറ്റിനെ കുറിച്ച് പഠിക്കാനായിട്ട് വളരെയധികം നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. Writing and reading as historical acts. Writing and reading are connected with the history. A poet writes not only from personal experiences, but also from the literary tradition and historical background. T.S. Eliot says a poet must feel connected to the past traditions of literature. Apart from literature,
Poets are influenced by politics, science, economy, and natural events. Writers like Joyce and Faulkner show deep historical awareness in their works. Even if poets do not directly write about current events, their poetry is shaped by their time. ഓരോ പോയറ്റിൻ്റെ വർക്ക്സും വ്യത്യസ്ത തരത്തിലായിരിക്കും ഉണ്ടാവുക, അല്ലേ? അപ്പോൾ ഓരോ എല്ലാ പോയറ്റ്സും അവരുടെ പേഴ്സണൽ എക്സ്പീരിയൻസസ് തന്നെ എഴുതണം എന്നുള്ളത് ശരിയല്ല. അങ്ങനെയല്ല അവർ ചെയ്യുന്നത്. മറിച്ച് പലതരം ടോപ്പിക്സ് ഉണ്ട്. എസ്പെഷ്യലി ചിലർ ലിറ്ററേച്ചറിനെ മാത്രം ഫോക്കസ് ചെയ്യുന്നവരുണ്ട്, ചിലർ സൊസൈറ്റിയെ കുറിച്ച് എഴുതുന്നവരുണ്ട്. അപ്പോൾ ബേസിക്കലി ഇത്രയേ ഉള്ളൂ. നമുക്ക് അവരുടെ ഹിസ്റ്റോറിക്കൽ ബാക്ക്ഗ്രൗണ്ട്, അവരുടെ പൊളിറ്റിക്സ് ഇതെല്ലാം നമുക്ക് കുറച്ചൊന്ന് പഠിച്ചിരിക്കണം, അത്ര തന്നെ. മിക്കവാറുള്ള പോയിറ്റ്സ് ഒന്നും, ഓൾമോസ്റ്റ് ഓൾ ദ പോയിറ്റ്സ്, അവരെന്താ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡയറക്റ്റ്ലി അവരുടെ ഫാമിലിയെ കുറിച്ചിട്ടോ അല്ലെങ്കിൽ അവരുടെ എന്താ പറയുക സൊസൈറ്റിയെ കുറിച്ചിട്ടോ അല്ലെങ്കിൽ കറണ്ട് ഈവൻസിനെ കുറിച്ചിട്ടോ ഒന്നും തന്നെ അവർ എഴുതുന്നില്ല. പക്ഷേ പിന്നെ എന്തുകൊണ്ടാണ് നമ്മൾ ആ പോയറ്റ്സിൻ്റെ ബാക്ക്ഗ്രൗണ്ട് പഠിക്കാനായിട്ട് പറയുന്നത്? നേരത്തെ പറഞ്ഞതുപോലെ അവർ ഐസൊലേറ്റഡ് ആയിട്ടുള്ള വ്യക്തികളല്ല, അവർ നമ്മുടെ സൊസൈറ്റിയിൽ തന്നെയുള്ള വ്യക്തികളാണ്. അതുകൊണ്ട് തന്നെ അവർ നിൽക്കുന്ന ആ ഒരു സിറ്റുവേഷൻ, അപ്പോൾ അതെന്തായാലും ആ ഒരു പോയമായിട്ട് കണക്റ്റഡ് ആയിരിക്കും. അപ്പോൾ അത് അവർ ഡയറക്റ്റ്ലി എഴുതിയില്ലെങ്കിൽ പോലും എങ്ങനെയായാലും ആ ഒരു സിറ്റുവേഷൻസും പോയറ്റിൻ്റെ ആ ഒരു ലൈഫ് ഹിസ്റ്ററിയും തമ്മിൽ വലിയൊരു കണക്ഷൻ ഉണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് പോയറ്റിനെ കുറിച്ച് പഠിക്കാനായിട്ട് നമ്മളിവിടെ പറയുന്നത്. The subjectivity of a work of art. Poetry expresses personal feelings, thoughts, memories, dreams, and even unfulfilled desires of the poet. Even poem reflects the poet's inner life. Even when poets write about society, their emotions and personality influence their writing. Though T.S. Eliot said poetry should escape from emotion and personality, he also accepted that only emotional and sensitive people can do this. Therefore, knowing the poet's life and background helps in understanding poetry. ഒരിക്കൽ T.S. ഈലിയറ്റ് അദ്ദേഹം പറയുന്നുണ്ട്, പോയട്രി എന്ന് പറയുന്നത് നമ്മൾ നമ്മുടെ പേഴ്സണൽ ലൈഫിൽ നിന്നും അല്ലെങ്കിൽ ഇമോഷൻസിൽ നിന്നൊക്കെ അപ്പാർട്ട് മീൻസ് അവിടെ നിന്നൊക്കെ ദൂരെയാണ്, അല്ലെങ്കിൽ അതിൽ നിന്നൊക്കെ എസ്കേപ്പ് ചെയ്യണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ പേഴ്സണൽ ലൈഫോ അല്ലെങ്കിൽ ഇമോഷൻസോ ഒന്നും തന്നെ പോയട്രിയിൽ വരാൻ പാടില്ല എന്നുള്ള രീതിയിലാണ് ഒരിക്കൽ T.S. ഈലിയറ്റ് എഴുതുന്നത്. പക്ഷെ അദ്ദേഹം തന്നെ പിന്നെയും അക്സെപ്റ്റ് ചെയ്യുന്നുണ്ട്, എങ്ങനെയായാലും നമ്മുടെ പേഴ്സണൽ ലൈഫും അതുപോലെ തന്നെ നമ്മളുടെ ബാക്ക്ഗ്രൗണ്ടൊക്കെ ഈ ഒരു പോയട്രിയിൽ കൂടെ തെളിയും എന്നുള്ള രീതിയിൽ അദ്ദേഹം പിന്നീട് പറയുന്നുമുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ, നമുക്ക് ഒരു പോയറ്റിനെ കുറിച്ച് പഠിക്കണം, അവരുടെ ബാക്ക്ഗ്രൗണ്ട് അറിഞ്ഞിരിക്കണം. This peculiar moment of literature, the past, becomes meaningful when it helps us understand the present. Literature connects past experiences with the present life. History repeats itself, but each repetition is different. A poem reflects both tradition and originality. Thus, while reading poetry, we should look for both its uniqueness and its connection with history and tradition. ഹിസ്റ്ററിയെ കുറിച്ച് പറയുകയാണെങ്കിൽ എന്താണ് ഹിസ്റ്ററി? ഹിസ്റ്ററി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പാസ്റ്റ്, അല്ലേ? ജസ്റ്റ് സിമ്പിളായിട്ട് പറയും, ഹിസ്റ്ററി എന്ന് പറയുന്നത് പാസ്റ്റാണ്, അല്ലെങ്കിൽ കഴിഞ്ഞു പോയ കാലമാണ് ഹിസ്റ്ററി എന്ന് പറയുന്നത്. പക്ഷെ ഒരു പോയട്രിയെ കുറിച്ച് നമ്മൾ സംസാരിക്കുമ്പോൾ ഈ ഹിസ്റ്ററി മനസ്സിലാക്കണമെങ്കിൽ എന്തും കൂടെ മനസ്സിലാക്കണം, പ്രസൻറ്റ് ലൈഫും കൂടെ നമുക്ക് മനസ്സിലാക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. അപ്പോൾ ഈ പ്രസൻറ്റ് ലൈഫും പാസ്റ്റ് ലൈഫും തമ്മിൽ കണക്റ്റഡ് ആണ്, അല്ലെങ്കിൽ ആ ട്രഡീഷൻസ് തമ്മിൽ ചെറിയൊരു കണക്ഷൻ ഉണ്ട്. പറയുകയാണെങ്കിൽ നമുക്ക് പറയും ഹിസ്റ്ററി അത് റിപ്പീറ്റ് ചെയ്തുകൊണ്ടേയിരിക്കുകയാണ്. പക്ഷേ എങ്ങനെയാണ് റിപ്പീറ്റ് ചെയ്യുന്നത്? അത് ഡിഫറെൻ്റ് ആണ്. റിപ്പീറ്റേഷൻ ഈസ് ഡിഫറെൻറ്റ് വേയ്സിലാണ് അത് റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾക്ക് മനസ്സിലാക്കാനായിട്ട് ബുദ്ധിമുട്ടുണ്ടോ? ഇത്രയേ ഉള്ളൂ. എങ്ങനെയൊക്കെ പറഞ്ഞാലും ഇത്രയാണ് നമ്മളത് ഉദ്ദേശിക്കുന്നത്. നമ്മുടെ ടെക്സ്റ്റിൽ നിന്നും നമുക്ക് പഠിക്കാനായിട്ട് ഇത്രയേ ഉള്ളൂ. ഒരു പോയട്രി പഠിക്കുകയാണെങ്കിൽ പോയറ്റ്സിൻ്റെ ബാക്ക്ഗ്രൗണ്ടിനെ കുറിച്ച് പഠിക്കുക വളരെ അത്യാവശ്യമാണ്.
എന്നാൽ മാത്രമേ ആ പോയം നമുക്ക് വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കൂ. ഓരോ പോയറ്റ്സിൻ്റെയും ഹിസ്റ്ററി, അതുപോലെ ലൈഫ് എക്സ്പീരിയൻസസ്, പേഴ്സണൽ എക്സ്പീരിയൻസസ്, പൊളിറ്റിക്സ്, റിലീജിയൻ എല്ലാം ഡിഫറെൻ്റ് ആണ്. അതുകൊണ്ട് തന്നെ നമ്മൾ ഓരോ വ്യക്തിയെക്കുറിച്ച് കൂടുതലായിട്ട് പഠിക്കുക. ഇത്രയേ ഉള്ളൂ കേട്ടോ. From the writer's text to the reader's work, modern criticism focuses more on the reader than the writer. A poem does not have only one fixed meaning. Each reader interprets it differently. The text is open to many meanings. The reader gives meaning to the poem through understanding, analysis, and interpretation. Thus, reading is a creative act, and meaning is formed through the interaction between the reader and the text. ഇനി വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള മറ്റൊരു കാര്യമാണ്, മോഡേൺ ക്രിറ്റിസിസത്തിൻ്റെ ഒരു രീതി അനുസരിച്ചിട്ട് റൈറ്റേഴ്സിനേക്കാളും കൂടുതൽ ഇമ്പോർട്ടൻസ് നൽകുന്നത് റീഡേഴ്സിനാണ്. അതെന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓരോ വർക്ക്സുകളും ഒരു വർക്ക് ഒരു പോയറ്റ് എഴുതുന്നത് ഒരു ഒറ്റ മൈൻഡ് വെച്ചിട്ടാണ് അല്ലേ. അതേസമയം ഇത് വായിക്കുന്നത് ആരാ? പല റീഡേഴ്സാണ്. അപ്പോൾ ഓരോ റീഡറിൻ്റെയും മൈൻഡ് സെറ്റ് വ്യത്യാസമുണ്ട്, സൊസൈറ്റി വ്യത്യാസമുണ്ട് അല്ലേ, നമ്മളുടെ ഇമോഷൻസിന് വ്യത്യാസമുണ്ട്. അപ്പോൾ ഈ റീഡേഴ്സ് ഈ ഒരു പോയം വായിക്കുമ്പോൾ നമ്മൾ നമ്മളുടേതായ ശൈലിയിലാണ് അത് വായിക്കുന്നത്. അത് നമ്മൾ ഓരോരുത്തരും ഇപ്പോൾ നിങ്ങൾ വായിക്കുന്ന ഒരു പോയം നിങ്ങൾ എന്താണോ മനസ്സിലാക്കുന്നത് അതായിരിക്കില്ല ഞാൻ മനസ്സിലാക്കുന്നത്. വ്യത്യസ്ത രീതിയിലായിരിക്കും. പോയറ്റ് എഴുതിയിരിക്കുന്ന ഒരു മീനിങ് വ്യത്യാസമുണ്ട്. നമ്മളത് അനലൈസ് ചെയ്യുമ്പോൾ അത് വ്യത്യസ്ത മീനിങ്ങിലോട്ട് അത് പോകും. അപ്പോൾ അതാണ് ഇവിടെ പറയുന്നത്, റൈറ്റേഴ്സിനെക്കാളും കൂടുതൽ മോഡേൺ ക്രിറ്റിസിസം റീഡേഴ്സിൻ്റെ ഫീലിങ്സിനും റീഡേഴ്സിൻ്റെ എന്താ പറയുക അണ്ടർസ്റ്റാൻഡിങ്ങിനും അനലൈസിസിനും ഇൻ്റർപ്രിറ്റേഷനും ഒക്കെയാണ് കൂടുതലായിട്ടും ഇമ്പോർട്ടൻസ് നൽകുന്നത്. അപ്പോൾ ഇവിടെ ഈ ഒരു ആക്ട് അല്ലെങ്കിൽ ഒരു റീഡിങ് എന്ന് പറയുന്നത് ഒരു ക്രിയേറ്റീവ് ആക്റ്റാണ്. വളരെ മനോഹരമായിട്ടുള്ളൊരു സെൻറ്റൻസ് അല്ലേ അത്. റീഡിങ് ഈസ് എ ക്രിയേറ്റീവ് ആക്ട്. നമ്മൾ ഓരോരുത്തരും വായിക്കുന്ന രീതിയിലാണ് കേട്ടോ അതിൻ്റെ മീനിങ് ഒക്കെ എടുക്കുന്നത്. അപ്പോൾ ഈ റീഡറും ഈ ടെക്സ്റ്റും തമ്മിൽ ഒരു വലിയൊരു ബന്ധമുണ്ട്. ഓക്കെ, അപ്പോൾ ഈ ഒരു ഭാഗത്തിൻ്റെ കൺക്ലൂഷനിലോട്ട് പോവുകയാണ്. ആരും തന്നെ ഈ ഭാഗങ്ങളൊന്നും തന്നെ കാണാതെ പഠിക്കരുത് കേട്ടോ. അതിൻ്റെ ആവശ്യമൊന്നുമില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഇതിന് ശേഷം നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ ആൻസേഴ്സായിട്ട് വേറെ തരാം. ഇത് നിങ്ങളൊന്ന് ടെക്സ്റ്റ് മനസ്സിലാക്കി വെക്കാനാണ്. കാരണം ടെക്സ്റ്റ് ബുക്ക് വായിച്ച് മനസ്സിലാക്കുക എന്ന് പറഞ്ഞാൽ വലിയ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. നിങ്ങൾ ഈ ഒരു ഞാൻ എഴുതി തരുന്ന ഈ ഒരു ടെക്സ്റ്റ് ജസ്റ്റ് അനലൈസ് ചെയ്യുക, മനസ്സിലാക്കി വയ്ക്കുക, അത്രയും മതി. അത് കഴിഞ്ഞ് ക്വസ്റ്റ്യൻ ആൻസേഴ്സ് തരുമ്പോൾ വലിയ ഈസി ആയിരിക്കും നിങ്ങൾക്ക് മനസ്സിലാക്കാനും എഴുതാനായിട്ടും. ഓക്കെ, ആദ്യമായിട്ടാണ് വീഡിയോ കാണുന്നതെന്ന് വെച്ചാൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. ആൻഡ് ഇറ്റ് വിൽ ബി ഗ്രേറ്റ് സപ്പോർട്ട് ഫോർ മീ. ഓക്കെ, അപ്പോൾ കൺക്ലൂഷൻ. This unit teaches students how to read poetry thoughtfully. It explains that poems are shaped by history, society, and personal experience. It also shows that readers play an important role in creating meaning. Studying this unit will help students understand and appreciate poetry better. അപ്പോൾ ആസ് എ കൺക്ലൂഷൻ നമുക്ക് മനസ്സിലായിട്ടുണ്ട് സ്റ്റുഡൻസിനോട് എന്തുകൊണ്ടാണ് ഈ ഒരു ടെക്സ്റ്റ് നമുക്ക് തന്നിട്ടുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ പോയട്രി നമുക്ക് തറലി മനസ്സിലാക്കാനായിട്ട് പോയറ്റിനെ കുറിച്ച് പഠിക്കേണ്ടത് വലിയ അത്യാവശ്യമാണ്. പോയറ്റിൻ്റെ ഹിസ്റ്ററി, സൊസൈറ്റി, പേഴ്സണൽ എക്സ്പീരിയൻസ് എക്സെട്ര. അതുപോലെ തന്നെ ഓരോ റീഡേഴ്സിൻ്റെയും റോളിനെ കുറിച്ച് നമ്മൾ പഠിച്ചു. റീഡേഴ്സ് ആർ എന്താ പറയുക വെരി വെരി ഇമ്പോർട്ടൻറ്റ്. ഈ ഒരു പോയട്രിയെ കുറിച്ച് പഠിക്കുമ്പോൾ നമുക്ക് റീഡേഴ്സിൻ്റെ ഒരു റോൾ എന്ന് പറയുന്നത് വലുതാണ്. ഓക്കെ, അപ്പോൾ അത്രയേ ഉള്ളൂ. വിൽ മീറ്റ് യു വിത്ത് നെക്സ്റ്റ് വീഡിയോ. ബൈ ദെൻ ടേക്ക് കെയർ ആൻഡ് ഗുഡ് ബൈ.